ബഹുമാനമുള്ള യോഗാധ്യക്ഷൻ, ഉദ്ഘാടകൻ, സ്വാഗത പ്രാസംഗികൻ, മറ്റു സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ വന്ധ്യ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. കാസർഗോഡ് പള്ളം ഹൈദുറുസ് ജമാഅത്ത് റിലീഫ് കമ്മിറ്റിയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട മതപ്രഭാഷണ പരമ്പരയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. പ്രാരംഭ ദിവസമായി മുസൽമാന്റെ പടവാൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കാമെന്നാണ് ഞാൻ ഏറ്റിട്ടുള്ളത്. ആദ്യന്തം എൻ്റെ സഹോദരന്മാർ ഈ വിഷയം ശ്രവിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളെ ഇതുവഴി സജീവമാക്കുകയും ചെയ്യണമെന്ന് മുഖവുരയായി അഭ്യർത്ഥിച്ചുകൊണ്ട് ആ മുഖങ്ങളിലേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെ സ്നേഹിക്കുകയും ആലിമീങ്ങളെ ഇഷ്ടപ്പെടുകയും പ്രഭാഷണങ്ങളോടും പ്രഭാഷണ പരമ്പരകളോടും അതിൻ്റെ സദസ്സുകളോടും പ്രത്യേകമായ ബഹുമാനവും ആദരവും പുലർത്തുകയും ചെയ്യുന്ന ഒരു നാടാണ് എന്ന് എനിക്ക് വളരെ കാലേക്കൂട്ടി അറിയാം. നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രാസംഗികനായി നിൽക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഒരു 10-16 വർഷമായി ഈ രംഗത്ത് ഉള്ളയാളാണ് ഞാൻ. സഹോദരന്മാർ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇൽമിന്റെ മജ്ലിസിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ലെങ്കിലും പുറത്തു നിൽക്കുന്നവർ ഇത് അനുഗ്രഹീതമായ ഒരു സദസ്സാണ്, ഈ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുന്ന മനുഷ്യ മക്കളുടെ സമാധാനത്തിന് വേണ്ടി ഓടുകയാണ്. സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, നാട്ടിൽ സമാധാനമില്ല, രാജ്യത്ത് സമാധാനമില്ല. സമാധാനമില്ലാതെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിന്റെ കാരണം എന്താണ്? അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ എന്റെ സഹോദരന്മാരെ, സമാധാനത്തിന്റെ വഴികൾ മുഴുവനും നാം കൊട്ടിയടയ്ക്കുകയാണ്. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു വഴിയാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൽമിന്റെ മജ്ലിസ്, ആ ഇൽമിന്റെ മജ്ലിസിൽ നാം ഇരിക്കുമ്പോൾ അവരുടെ മേൽ നസലത്ത് അലൈഹിമുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് അവരുടെ മേൽ ഇറങ്ങുന്നു. വഹഫത്തുഹുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യുന്നു. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നസലത്ത് അലൈഹിമുസ് സകീന, സമാധാനം അവരുടെ മേൽ ഇറങ്ങുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ എന്റെ സഹോദരന്മാർ, ഇൽമിന്റെ മജ്ലിസിൽ പ്രത്യേകമായും അല്ലാഹുവിന്റെ സമാധാനം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ടെൻഷനിൽ കഴിയുന്നവർ, പ്രയാസത്തിൽ കഴിയുന്നവർ ഈ ഇൽമിന്റെ മജ്ലിസിലേക്ക് വന്നിരിക്കുക വഴി അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും മാറുന്നു. കാരണം ഇത് ശരിക്കും ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് എത്തുന്ന മജ്ലിസാൽ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ, അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് പ്രത്യേകമായ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ എന്റെ സഹോദരന്മാർ, സ്നേഹിതന്മാർ, ഈ സദസ്സിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കണമെന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എന്റെ സഹോദരന്മാർ, ഇത് വലിയ ഒരു വിഷയമാണ്. അക്ഷരാർത്ഥത്തിൽ മുസൽമാന്റെ പടവാൾ എന്ന് കേൾക്കുമ്പോൾ ഈ വാളെടുത്തുകൊണ്ട് ഒരാളെ അടിക്കണമെന്നോ ഒരാളെ വെട്ടണമെന്നോ ഒരാളെ മർദ്ദിക്കണമെന്നോ അല്ല. ഇത് സത്യത്തിൽ മൂർച്ചയുള്ള ഒരു വാളാണ്. എവിടെയാണ് ഇത് വെട്ടേണ്ടത്? ഈ വാളിന്റെ ഉപയോഗം എന്താണ് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. പലരും ഇതിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ച് കാണോ. നവയുഗത്തിന്റെ മക്കൾ 2013 എത്തി നിൽക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരന്മാരെ, ഈ മുസൽമാന്റെ പടവാളെന്ന് കേൾക്കുമ്പോൾ പലതും ചിന്തിച്ചേക്കാം, അവരുടെ മനസ്സിലേക്ക് പലതും ഓടി വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ ബുദ്ധികൾക്കും അപ്പുറമാണ് ഈ വിഷയമുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ
ഒരൊറ്റ ഹദീസിൽ നിന്നാണ് ഈ വിഷയം. ഹബീബായ പ്രവാചകൻ പറയുകയാണ്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് മുഅ്മിനിന്റെ ആയുധമാണ്, അത് മുഅ്മിനിന്റെ പടവാളാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം ചിന്തിക്കണം എൻ്റെ സഹോദരന്മാരെ, ഇന്ന് എല്ലാ മേഖലകളിലും മുസ്ലിം ഉമ്മത്തെന്നല്ല ലോക ജനസഞ്ചയം പ്രയാസത്തിന്റെ നടുവിലാണ്. എന്തേ കാരണം? മനുഷ്യന്മാർക്ക് ഇന്ന് ബിസിയാണ്. ഒരു തരത്തിലും അല്ലാഹുവിന്റെ മുന്നിലിരുന്നു കൊണ്ട് ഒരു 5 മിനിറ്റ് കരയാൻ, 5 മിനിറ്റ് നിലവിളിക്കാൻ, പടച്ചവനോട് ചോദിക്കാൻ എൻ്റെ സഹോദരന്മാരെ നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല, ബിസിയാണ്. ആ അവസ്ഥയിൽ മുസ്ലിമേ നാം ഓടുകയാണ്. എൻ്റെ സഹോദര, എവിടെ വെട്ടിയാലും മുറിയുന്ന ഒരു പടവാളുണ്ട് കേട്ടോ. നിനക്ക് ക്യാൻസർ ആണോ? നിനക്ക് ബ്രെയിൻ ട്യൂമർ ആണോ? നിനക്ക് മാരകമായ രോഗമാണോ? ഡോക്ടർമാർ മുഴുവൻ നിന്നെ കൈയടിഞ്ഞിട്ട് നിന്റെ രോഗം മാറില്ലെന്നവർ പൂർണ്ണമായും വിധി എഴുതിയോ? എന്നാൽ നിന്റെ കയ്യിൽ ഒരു വാളുണ്ട് മോനെ, എടുത്തു പ്രയോഗിക്കുക, നിന്റെ രോഗത്തെ വെട്ടിമുറിക്കാൻ. അതെ, അല്ലാഹുവിന്റെ തീരുമാനത്തെ വരെ വെട്ടിമുറിക്കാൻ. ലാ യുറദ്ദുൽ ഖലാഉ ഇല്ലാ ദുആ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തെ വരെ അട്ടിമറിക്കുവാൻ ഈ പ്രാർത്ഥനയ്ക്കതെ ഈ മുസൽമാന്റെ പടവാളിന് കരുത്തുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുമ്പോ എന്റെ സഹോദരന്മാരെ ചിന്തിക്കണോ, ഈ വാള് വെച്ചിട്ടാണോ നാം ഓടുന്നത്? ഈ വാള് വെച്ചിട്ടാണോ കസ്തൂരിമാൻ കാട്ടിന്റെ നടുവിലൂടെ ഓടുന്നത് പോലെ? എന്റെ സഹോദരന്മാരെ, ഈ വാള് ഉറയിൽ വെച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്? ഒന്നെടുക്കുമോ ഈ വാള്? ഒന്ന് പ്രയോഗിക്കുമോ? നമ്മൾ നിസ്കാരത്തിൽ കുനൂത്തിൽ ഓതാറില്ലേ, അല്ലാഹുവേ നീ വിധിച്ച തീരുമാനത്തെ തട്ടാൻ ലോകത്ത് ആർക്കും കഴിയില്ല തമ്പുരാനെ എന്നോ നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ തീരുമാനം സോദരാ, കാസർഗോഡ് കൂടി നീ സഞ്ചരിക്കുമ്പോ നിന്നെ വണ്ടി ഇടിച്ച് നിന്റെ ശരീരം ചിന്തിച്ചു തരുകട്ടോ, നീ മരണപ്പെടാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതെങ്കിൽ, ഓ സോദരാ, സുബഹി കഴിഞ്ഞിട്ട് നീ ഇരുന്നുകൊണ്ട് അല്ലാഹുവോടൊന്ന് കൈയുയർത്താമോ? അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യാമോ? അതേ, നാളെ ഞായറാഴ്ച ദിവസം 12 മണിക്ക് നിന്നെ വണ്ടി ഇടിച്ച് മരണപ്പെടാൻ അല്ലാഹു നിശ്ചയിച്ചോ. നിന്റെ പ്രാർത്ഥന കൊണ്ടത് തട്ടുമെന്ന് ഖാല റസൂലുള്ളാഹ്. ഒന്ന് ദുആ ചെയ്തുകൂടെ? ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? മുൻകാലങ്ങളുടെ ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോ എന്റെ സഹോദരന്മാർ ചിന്തിക്കണം, അവർ അല്ലാഹുവിനോട് പലതും ചോദിച്ചിട്ടാണ് നേടിയത്, ചോദിക്കാതെ ലഭിച്ചതല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന 1,24,000 പരം വരുന്ന അംബിയാ മുർസലുകള് അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടാതെയല്ല അവർക്ക് എന്റെ സഹോദരന്മാരെ ഓരോ കാര്യങ്ങൾ അല്ലാഹു നടത്തി കൊടുത്തതെങ്കിൽ അവര് നിരന്തരമായി കരഞ്ഞില്ലയോ? അവര് നിരന്തരമായി ദുആ ചെയ്തില്ലയോ? പടച്ചവനോട് നിരന്തരമായി അവർ ചോദിച്ചില്ലയോ? പക്ഷേ മുസ്ലിമേ, നമ്മക്കാൽ ചോദിക്കാൻ അർഹതയുള്ളവര്, നമ്മക്കാൽ ചോദിക്കാൻ ക്വാളിഫിക്കേഷൻ ഉള്ളവര് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട് പലതും നേടുമ്പോ നാം കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ? നമ്മുടെ വാളെപ്പോഴും ഉറയിൽ ഉറങ്ങുകയാണോ? ഒരു പ്രയാസത്തിന്റെ ഘട്ടം വരുമ്പോൾ മാത്രമല്ല സഹോദരന്മാരെ, എപ്പോഴും പടച്ചവനോട് ചോദിക്കാൻ, അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ എന്റെ സഹോദരന്മാരെ നാം തയ്യാറെടുക്കുകയാണെങ്കിൽ മുൻഗാമികളായ മഹത്തുക്കളായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിച്ച വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുമ്പോ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ സ്ഥലങ്ങളിലും എന്റെ സഹോദരന്മാരെ മുൻഗാമികളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാം.
കാണാം. വദന്നൂരി ഇദ് ذهب مغاضبا فظن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. മനുഷ്യമക്കളെ, പടച്ചവനോട് നാം കൈ ഉയർത്താറില്ലല്ലോ. കൈ ഉയർത്തിയവർക്ക് അല്ലാഹു കൊടുക്കുന്നത് കണ്ടോ? നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പരിശോധനയേറ്റ മഹാനുഭാവനാണ്. നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ പള്ളയിൽ കിടക്കുകയാണ്. മത്സ്യത്തിന്റെ പള്ളയിൽ കിടന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി പറയുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനയില്ല തമ്പുരാനെ. ഞാൻ അക്രമികളിൽ പെട്ടുപോയ തമ്പുരാനെ. മുൻഗാമികൾ അകലവും ചെയ്ത ദുആയാണ് മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം നമ്മുടെ പിതാവാണല്ലോ. നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്നൊരു തെറ്റിന്റെ പേരിൽ പുറത്താക്കുമ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കരഞ്ഞില്ലയോ? അവസാനം പടച്ചവനോട് ദുആ ചെയ്യുന്നു, ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. എന്താണ് ആ കലിമത്തുകൾ എന്നറിയുമോ? റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നമ്മുടെ ശരീരങ്ങളോട് നാം അക്രമം കാട്ടിയല്ല. നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവന്റെ മുമ്പിൽ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, നാം എത്രയാ നമ്മുടെ ശരീരങ്ങളോട് അക്രമം കാട്ടിയത്. റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മുസ്ലിമേ, നിന്റെ പ്രാർത്ഥന ഇങ്ങനെയാകട്ടെ. അല്ലാഹുവിന്റെ മുമ്പിൽ യാചനയോടെ കൈ ഉയർത്തട്ടെ. ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഓ നബിയേ, ഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ താങ്കളോട് എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, ഇന്നി ഖരീബ്, ഞാൻ അവരുമായി അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നെ വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഇത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോ ഇത്രത്തോളം നമ്മോട് അടുത്തിരിക്കുന്ന അല്ലാഹുവിനെ നാം കൈവിടുകയാണോ? മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് ഈ പടവാൾ ഉപയോഗിക്കാൻ എത്ര അവസരങ്ങളുണ്ടോ, ആ അവസരങ്ങളെ മുതലാക്കാതെ അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് കൈ ഉയർത്താതെ പടച്ചവൻ പറയുന്നു, ഓ മനുഷ്യ മക്കളെ, നിങ്ങളുമായി ഞാൻ അഭേദ്യമായ ബന്ധമുണ്ട്. ഞാൻ നിങ്ങളുമായി വളരെ അടുപ്പത്തിലാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കൂ, ഉജീബു ദഅവത ദാഇ, എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അല്ലാഹു പറയുമ്പോ, എന്റെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, നാം ഇന്ന്
ചോദിക്കുന്നില്ല, നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ല. ദുആ ചെയ്യാൻ നമുക്ക് മടിയാണ്. ഒരുപക്ഷേ ദുആ ചെയ്താലോ അശ്രദ്ധമായ ഹൃദയമല്ലേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, എടോ നിന്റെ വാള് വരേണ്ടത് എവിടുന്നാണ്? ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നാണ്. ലാ തുഖ്ബലു ദുആഉ മിൻ ഖൽബിൻ ഗാഫിൽ. അശ്രദ്ധമായ ഹൃദയമുള്ളവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല കേട്ടോ. അതുകൊണ്ട് നീ വാളിനെ ഉപയോഗിക്കേണ്ടത് നിന്റെ ഹൃദയത്തിൽ നിന്നാണ്. നിന്റെ ഹൃദയം നാവുമായി ബന്ധപ്പെടട്ടെ. എന്നിട്ട് അല്ലാഹുവിനോട് കൈ ഉയർത്തട്ടെ. ഈ ലോകത്ത് മറ്റൊന്നിന്റെയും ചിന്തയില്ലാതെ ശരിക്കും നീ കൈ ഉയർത്തിക്കൊണ്ട് ഈ വാൾ ഉപയോഗിക്കുമോ? തീർച്ചയായും ആ ഉപയോഗം അസ്ഥാനത്തല്ല മുമ്പിലെ. ഏത് നീറുന്ന 100 പ്രശ്നങ്ങളും ഈ വാളുകൊണ്ട് വെട്ടിമുറിക്കാം. ഒട്ടനവധി ചരിത്രങ്ങൾ എന്റെ സഹോദരന്മാരെ അതിന് സാക്ഷിയാണ്. ും